ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ലൂക്കാച്ചിൻ്റെ പതിപോലെ രാവിലെ എണീറ്റു കേട്ടോ. ഫെബിനാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെട്ടേക്ക് കഴിക്കാൻ വേണ്ടി രാവിലെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഭരണങ്ങാനത്ത് പോയപ്പോൾ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിയിരുന്നു. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനും അജു ഫെബിനും കൂടി അത് നമ്മുടെ ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്തു. നാട്ടിൽ പോയിട്ട് വന്നതിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ട്. ലൂക്കാച്ചിനെ കാണാൻ ആൻസി ചേച്ചിയും ഇനിക കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. ലൂക്കാച്ചനാണെങ്കിൽ ഇനിക ചേച്ചിയുടെ കൂടെ പോയി ഒന്ന് കളിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി നല്ല തേങ്ങ ചമ്മന്തിയായിരുന്നു. ലൂക്കാച്ചനും കൊടുത്തു കുറച്ച്. രാവിലെ തന്നെ അജു തിരിച്ച് വീട്ടിലേക്ക് പോയി. ഫെബിനോടും അഞ്ചിനോടും കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ലൂക്കാച്ചൻ്റെ കൂടെ കുറച്ചു നേരം സമയമൊക്കെ ചെലവഴിച്ച് അവനെയും കൂട്ടി നേരെ പോയത് അവനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറിന്റെ അടുത്തേക്കാണ് കേട്ടോ. ഡോക്ടറും വരുന്നത് കാത്ത് ലൂക്കാച്ചനും കൂടെ ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുകയാണ് വാവ. ഒരു കൊച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആളുകളൊക്കെ മാറുന്ന മാറ്റുവേ എന്തൊക്കെ കാഴ്ചകൾ കണ്ടാലാ. അങ്ങനെ ഡോക്ടറിനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ സാൻജോ ചേട്ടനും ഇവാൻ കുട്ടിനെയും കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അവരെയും കൂട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കവറുത്തത് കുറച്ച് ഇവാൻ കുട്ടനും കൊടുത്തു. അവനാണ് തട്ടി വിടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഫെബിനും അഞ്ചും നമ്മുടെ വീട്ടിലെത്തി പോയിട്ടുണ്ട് കേട്ടോ. ഇവാൻ കുട്ടന് സാൻജോ ചേട്ടൻ ഞങ്ങളോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ നമ്മളോട് പുതിയ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയാണെന്നല്ലേ, സരണയിൽ നിന്നും വായ്പടി കുട്ടിയായി ലിൻസും, ലിൻസിന്റെ ഹസ്ബൻഡ് ക്രിസ്റ്റിയും, കുഞ്ഞുവാവയും പിന്നെ ആഞ്ചുല ബ്രോയും കൂടെ എത്തിയിട്ടുണ്ട്. ലൂക്കാച്ചനും ലിൻസിന്റെ കുഞ്ഞുവാവയൊക്കെ ഏകദേശം മാസങ്ങൾക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അവരോടൊക്കെ കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വളരെ റെഡിയാണ്. ഇന്നത്തെ ദിവസം എല്ലാവരെയും കൊണ്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞതേയില്ല. കാനഡയിലെ പുതിയ വിശേഷങ്ങളും കഥകളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ശരി, ബൈ ബൈ.